നമസ്കാരം. ആദ്യ വാർത്ത ആരംഭിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം ഇന്നറിയാം. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി വൈകിട്ട് അവസാനിക്കും. ഏപ്രിൽ 23 നടക്കുന്ന വോട്ടെടുപ്പിനായി അവസാനവട്ട ഒരുക്കത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ച നിശ്ചിത സമയത്തിനുള്ളിൽ സംസ്ഥാനത്ത് സമർപ്പിക്കപ്പെട്ടത് 303 നാമനിർദ്ദേശ പത്രികകളാണ്. സൂക്ഷ്മ പരിശോധനയിൽ ഇവയുടെ എണ്ണം 243 കുറഞ്ഞു. ഇന്നു വൈകിട്ട് വരെയാണ് നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കാനുള്ള സമയം. മുന്നണിയിലെ ധാരണകൾക്കനുസരിച്ച് ഡമ്മി സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിക്കുന്നതോടെ എണ്ണം ഇനിയും കുറയും. ഇന്നു വൈകിട്ടോടെ സ്ഥാനാർത്ഥികളുടെ കൃത്യമായ ചിത്രം വ്യക്തമാകും. ചില പ്രധാന മണ്ഡലങ്ങളിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് ഭീഷണി ഉയർത്തി അപരന്മാർ പത്രികകൾ സമർപ്പിച്ചിട്ടുണ്ട്. ഇവരെ കണ്ടെത്തി നാമനിർദ്ദേശ പത്രികകൾ പിൻവലിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മുന്നണികൾ. ഏപ്രിൽ 23 നടക്കുന്ന വോട്ടെടുപ്പിനായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കങ്ങൾ വേഗത്തിൽ പൂർത്തീകരിക്കുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം ആരോപിച്ചുള്ള നിരവധി പരാതികളാണ് കമ്മീഷന് മുന്നിലെത്തുന്നത്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കൊപ്പം ഇക്കാര്യങ്ങളിലും തീരുമാനമെടുക്കുകയെന്നത് കമ്മീഷന് വെല്ലുവിളിയാണ്. ന്യൂസ് 18 തിരുവനന്തപുരം. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ സുരക്ഷ ശക്തമാക്കി പോലീസ്. 2 ദിവസങ്ങളായി നടത്തിയ പരിശോധനയിൽ 1571 പേർ പിടിയിലായി. ഗുഡ് ആക്ട് പ്രകാരം ഒരാളെ കസ്റ്റഡിയിലെടുത്തു. 1.5 മാസത്തിനിടെ 4 കൊലപാതകങ്ങൾ നടന്നതോടെയാണ് നഗരത്തിലെ പോലീസ് പരിശോധന ശക്തമാക്കിയത്. 2 ദിവസങ്ങളിലായി 100ഓളം സ്ഥലങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 1571 പേർ പിടിയിലായി. ഗുണ്ട ആക്ട് പ്രകാരം കഴക്കൂട്ടം സ്വദേശി ചക്കു എന്ന അജീഷിനെ സിറ്റി പോലീസ് കമ്മീഷണർ സഞ്ജയ് കുമാർ ഗുരുഡിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് 12 പേരെയും അറസ്റ്റ് ചെയ്തു. കേന്ദ്രസേനയുടെയും ഡോഗ് സ്ക്വാഡിന്റെയും സഹായത്തോടെയായിരുന്നു പരിശോധന. കവടിയാർ ജംഗ്ഷനിലെ പരിശോധനയിൽ ഇനോവ കാറിൽ നിന്നും രേഖകളില്ലാത്ത 1,40,000 രൂപ പിടികൂടി. പൊതുസ്ഥലത്ത് മദ്യപിച്ച 65 പേരെയും മദ്യപിച്ച് വാഹനമോടിച്ച 312 പേരെയും കസ്റ്റഡിയിലെടുത്തു. ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ച 1123 പേരിൽ നിന്നും പിഴ ഈടാക്കി. വരും ദിവസങ്ങളിലും പരിശോധന തുടരുമെന്ന് DCP R ആദിത്യ അറിയിച്ചു. ന്യൂസ് 18 തിരുവനന്തപുരം. ഒളിക്യാമറ വിവാദത്തിൽ കോഴിക്കോട് മണ്ഡലത്തിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി MK രാഘവന്റെ മൊഴി അന്വേഷണ സംഘം ഇന്ന് രേഖപ്പെടുത്തും. രാഘവനോട് ഹാജരാകാൻ പോലീസ് രേഖാമൂലം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഹാജരാകാമെന്നാണ് രാഘവൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി സനോജ് സുരേന്ദ്രൻ ചേരുന്നു. സനോജ്, മറ്റു വിശദാംശങ്ങളൊക്കെ എങ്ങനെയാണ്? രഞ്ജിനി, കോഴ ആരോപണം പുറത്തു വന്നതിന് പിന്നാലെ MK രാഘവൻ തന്റെ ഈ കേസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിരുന്നു. ഒപ്പം വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടിയന്തരമായ റിപ്പോർട്ട് ആവശ്യപ്പെടാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെ സംബന്ധിച്ച് കൂടുതൽ തെളിവെടുക്കുന്നതിന്റെ ഭാഗമായി മൊഴി രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടും രാഘവനോട് കഴിഞ്ഞ ദിവസം നേരിട്ട് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ വാഹിദ് രേഖാമൂലം നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ ഇദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകാൻ തയ്യാറായിരുന്നില്ല. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അന്വേഷണ സംഘം രാഘവന് നോട്ടീസ് രേഖാമൂലം നൽകുകയുണ്ടായി. ഇതിനെ തുടർന്ന് അന്വേഷണ സംഘവുമായി സഹകരിക്കാമെന്ന ഒരു അറിയിപ്പാണ് രാഘവന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് രാവിലെ അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായി മൊഴി നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെയും മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയിലുള്ള അസൗകര്യം കാരണമാണ് തനിക്ക് ഹാജരാകാൻ കഴിയാതെ വന്നത് എന്നാണ് അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചത്. എന്തായാലും ഇന്ന് രാവിലെ തന്നെ അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരാകാമെന്ന ഒരു നിർദ്ദേശമാണ് അദ്ദേഹം അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ വിഷയത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നലെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വന്നിരുന്നു. എന്തായാലും വിഷയം ഇപ്പോൾ കോഴിക്കോട് മണ്ഡലം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സജീവ ചർച്ചാ വിഷയമാക്കിയിരിക്കുകയാണ് ഇടതുപക്ഷം. രഞ്ജിനി, ശരി. ശബരിമല വിഷയമുയർത്തി വോട്ട് ചോദിച്ച സംഭവത്തിൽ തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇന്ന് ജില്ലാ കളക്ടർക്ക് വിശദീകരണം നൽകും. വിശദീകരണം നൽകാൻ അനുവദിച്ച സമയപരിധി ഇന്ന് വൈകിട്ടാണ് അവസാനിക്കുക. സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്നാണ് BJPയുടെ നിലപാട്. തൃശൂർ തേക്കിൻകാട് മൈതാനിയിലെ വിവാദ പ്രസംഗത്തെ തുടർന്ന് ഇന്നലെയാണ് സുരേഷ് ഗോപിക്ക് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ നോട്ടീസ് നൽകിയത്. 2 ദിവസത്തിനകം വിശദീകരണം നൽകാനും നിർദ്ദേശം നൽകി. കളക്ടർ നൽകിയ സമയപരിധി ഇന്ന് വൈകിട്ട് 7-ന് അവസാനിക്കും. സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ ചട്ടലംഘനം നടത്തിയിട്ടില്ലെന്നാണ് സുരേഷ് ഗോപിയുടെയും BJPയുടെയും വാദം. ഇക്കാര്യം വ്യക്തമാക്കി ഇന്ന് വിശദീകരണം നൽകിയേക്കും.
അയ്യൻ എന്ന പദത്തിന്റെ അർത്ഥം ജ്യേഷ്ഠൻ എന്നാണെന്നും ശബരിമല മതത്തെയോ ജാതിയെയോ സൂചിപ്പിക്കുന്നതല്ലെന്നുമാണ് മറുപടി നൽകുക. അതൊക്കെ പാർട്ടി നോക്കിക്കോളും. എന്താ പറഞ്ഞതെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതവിടെ ബോധ്യപ്പെടുത്തും. ആ നോട്ടീസിന് മറുപടി കൊടുക്കും. അതിൽ കൂടെ എൻ്റെ അയ്യന്റെ അർത്ഥം എന്താണെന്നൊന്ന് പരിശോധിച്ചോളൂ. സുരേഷ് ഗോപി ചട്ടം ലംഘിച്ചതായുള്ള മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയുടെ പ്രസ്താവന ഹിഡൻ അജണ്ടയുടെ ഭാഗമാണെന്നാണ് BJPയുടെ ആരോപണം. തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമയ്ക്കെതിരെയും BJP രംഗത്ത് വന്നിരുന്നു. ന്യൂസ് 18 തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP പ്രകടന പത്രിക ഇന്ന് പുറത്തിറക്കും. വികസനം, ദേശീയത, ഹിന്ദുത്വം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയുള്ളതാവും പ്രകടന പത്രിക എന്നാണ് സൂചന. ശപഥ് പത്ര എന്നാണ് പ്രകടന പത്രികയ്ക്ക് നൽകിയിരിക്കുന്ന പേര്. ദരിദ്ര കുടുംബങ്ങൾക്ക് പ്രതിമാസം 6000 രൂപ ഉറപ്പുവരുത്തുന്ന കോൺഗ്രസിന്റെ ന്യായ് പദ്ധതിക്ക് BJPയുടെ മറുപടി എന്താകും? ഏക് ബാർ ഭി മോദി മുദ്രാവാക്യമുയർത്തി അധികാര തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന BJPയുടെ ശപഥ് പത്രത്തിൽ എന്തൊക്കെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും? വികസനത്തിനും ദേശീയതയ്ക്കും ഹിന്ദുത്വത്തിനും ആയിരിക്കും പ്രകടന പത്രികയിൽ പ്രാമുഖ്യമെന്നാണ് സൂചന. കഴിഞ്ഞ 5 വർഷം നടപ്പിലാക്കിയ പദ്ധതികളും നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളും ഉൾപ്പെടുത്തിയാണ് പത്രിക പുറത്തിറക്കുക. രാമക്ഷേത്ര നിർമ്മാണം, അയോധ്യ, കാശി, മധുര ഇടനാഴികൾ ഏറ്റവും പ്രധാന വാഗ്ദാനങ്ങളായേക്കും. കർഷകരുടെ വരുമാനം 2020ഓടെ ഇരട്ടിയാക്കുക, തീവ്രവാദ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി ഇല്ലായ്മ ചെയ്യുക, തൊഴിലില്ലായ്മയ്ക്ക് ശാശ്വത പരിഹാരം, പ്രത്യേക തൊഴിൽ മന്ത്രാലയം രൂപീകരിക്കൽ എന്നിവയും പ്രകടന പത്രിക ഉറപ്പു നൽകും. കഴിഞ്ഞ തവണ വാഗ്ദാനം ചെയ്ത 550 കാര്യങ്ങളിൽ 520ഉം നടപ്പിലാക്കിയതായി BJP അവകാശപ്പെടുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അധ്യക്ഷനായ 20-അംഗ സമിതിയാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയത്. മന്ത്രിസഭയിൽ 15% സ്ത്രീ പ്രാതിനിധ്യം അടക്കം വനിതാ വിഭാഗത്തിന്റെ നിർദ്ദേശങ്ങളും പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് സൂചന. ഗംഗ ഉൾപ്പെടെ നദീജല ശുദ്ധീകരണത്തിനും പ്രത്യേക പദ്ധതിയുണ്ടാകും. ഭീകരശക്തികൾക്കെതിരായ നിലപാടും പ്രകടന പത്രികയുടെ ഭാഗമായേക്കും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 50% വിവിപാറ്റ് രസീതുകൾ എണ്ണണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെ 21 പ്രതിപക്ഷ പാർട്ടികൾ നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. 50% വിവിപാറ്റ് രസീതുകൾ എണ്ണിത്തീർക്കാൻ കുറഞ്ഞത് 6 ദിവസം വേണ്ടിവരുമെന്നും നിലവിലെ രീതിയാണ് പ്രായോഗികമെന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാട്. അതേസമയം വോട്ടെണ്ണൽ നീണ്ടാലും 50% വിവിപാറ്റുകൾ എണ്ണണമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ നിലപാട്. 33% വിവിപാറ്റ് രസീതുകൾ എണ്ണാൻ 1 ദിവസവും 8 മണിക്കൂറും മതിയെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. ഇരട്ടി ആളുകളെ ചുമതലപ്പെടുത്തിയാൽ 2.5 ദിവസം കൊണ്ട് 50% രസീതുകൾ എണ്ണിത്തീർക്കാമെന്നും പ്രതിപക്ഷം വാദിക്കുന്നു. ശാരദാ ചിട്ടിത്തട്ടിപ്പ് കേസിൽ മുൻ കൊൽക്കത്ത കമ്മീഷണർ രാജീവ് കുമാറിനെ അറസ്റ്റ് ചെയ്യാൻ അനുമതി തേടി CBI നൽകിയ അപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഫെബ്രുവരി 5-ന് പുറത്തിറക്കിയ ഉത്തരവിൽ രാജീവ് കുമാറിന്റെ അറസ്റ്റ് സുപ്രീംകോടതി തടഞ്ഞിരുന്നു. ഈ ഉത്തരവ് ഭേദഗതി ചെയ്യണമെന്നാണ് CBIയുടെ ആവശ്യം. കേസുമായി ബന്ധപ്പെട്ട ഫോൺ രേഖകൾ അടക്കമുള്ള സുപ്രധാന തെളിവുകൾ രാജീവ് കുമാർ നശിപ്പിച്ചുവെന്നാണ് CBI ആരോപണം. ഇക്കാര്യം വ്യക്തമാക്കി CBI കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരുന്നു. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. അമേരിക്കൻ ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റ്യൻ നിൽസനെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാറ്റി. കസ്റ്റംസ് ആൻഡ് ബോർഡർ സെക്യൂരിറ്റി പ്രൊട്ടക്ഷൻ കമ്മീഷണർ കെവിൻ മക്കീലിനാണ് പുതിയ സെക്രട്ടറി. ട്രംപ് ട്വിറ്ററിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ നിർമ്മിക്കാനുള്ള ട്രംപിന്റെ പദ്ധതിയെ എതിർത്ത് രംഗത്ത് വന്ന നിൽസനെ മാറ്റിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. തെക്കൻ അതിർത്തി മേഖലയിലെ സന്ദർശനം പൂർത്തിയാക്കിയ ഉടനെയാണ് ട്രംപ് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറിയെ മാറ്റി നിയമിച്ചത്. ഒരിടവേളയ്ക്ക് ശേഷം ലിബിയയിൽ ആഭ്യന്തര കലാപം വീണ്ടും ശക്തമായി. തലസ്ഥാനമായ ട്രിപ്പോളി പിടിച്ചെടുക്കാൻ ലക്ഷ്യമിട്ട വിമത നേതാവ് ജനറൽ ഖലീഫ ഹഫ്താറിന്റെ നേതൃത്വത്തിലുള്ള സൈന്യം രംഗത്ത് വന്നതോടെയാണ് സംഘർഷം രൂക്ഷമായത്. പ്രധാനമന്ത്രി ഫായിസ് അൽ സിറാജിന് പിന്തുണ നൽകുന്ന UN സൈന്യം വിമതരെ ലക്ഷ്യമിട്ട് ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. 21 പേർ ഇതുവരെ കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. 14 യുദ്ധവിമാനങ്ങൾ ലെബനീസ് സൈന്യം വെടിവെച്ച് വീഴ്ത്തിയതായി വിമതർ ആരോപിച്ചു. പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് കൊണ്ടുപോകാൻ 2 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും അത് ലംഘിക്കപ്പെട്ടതായാണ് റിപ്പോർട്ട്. ഇന്ത്യയുടെ ബഹിരാകാശ നേട്ടമായ മിഷൻ ശക്തിയുടെ ദൃശ്യങ്ങൾ പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ടു. ഉപഗ്രഹവേദ മിസൈൽ ബഹിരാകാശത്ത് വെച്ച് ഇന്ത്യയുടെ തന്നെ ഉപഗ്രഹത്തെ തകർക്കുന്നതാണ് ദൃശ്യങ്ങൾ. DRDO നിർമ്മിച്ച ബാലിസ്റ്റിക് മിസൈൽ ഒഡീഷയിലെ APJ അബ്ദുൽ കലാം ദ്വീപിൽ സജ്ജീകരിച്ച വിക്ഷേപണ തറയിൽ നിന്നുമാണ് പറന്നുയരുന്നത്. ഭൗമോപരിതലത്തിൽ നിന്നും 300 കിലോമീറ്റർ ഉയരത്തിലുള്ള ഉപഗ്രഹത്തെ 3 മിനിറ്റിനുള്ളിൽ മിസൈൽ തകർത്തു.
ഉപഗ്രഹത്തിന്റെ സഞ്ചാരപഥം റഡാർ ഉപയോഗിച്ച് മനസ്സിലാക്കിയ ശേഷമായിരുന്നു ആക്രമണം. ഗ്രാഫിക്സിന്റെ കൂടി സഹായത്തോടെയാണ് DRDO ദൃശ്യങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. പ്രതിപക്ഷം ഉന്നയിച്ച കിഫ്ബി ബോണ്ട് വിവാദത്തെ പ്രതിരോധിക്കാൻ ഉറച്ച സർക്കാരും മുന്നണിയും. സംസ്ഥാനത്തിന്റെ വികസന നീക്കങ്ങൾക്ക് പ്രതിപക്ഷം തുരങ്കം വെക്കുകയാണ് എന്നാണ് ആരോപണങ്ങൾക്ക് സർക്കാരിന്റെ മറുപടി. അതേസമയം പരമാവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ബോണ്ട് ആരോപണം ഉന്നയിക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം. ലാവ്ലിൻ കമ്പനിയുടെ പേര് പരാമർശിച്ചുകൊണ്ടുള്ള കിഫ്ബി ബോർഡ് വിവാദത്തിന് ഇരുതല മൂർച്ചയുണ്ടെന്നാണ് പ്രതിപക്ഷത്തെ വിലയിരുത്തൽ. വീണ്ടും ലാവ്ലിൻ പേര് ഉയർത്തിക്കൊണ്ടുവരുന്നതിനൊപ്പം മുഖ്യമന്ത്രിയെ പ്രതിസ്ഥാനത്ത് നിർത്തിയുള്ള രാഷ്ട്രീയ നീക്കത്തിനാണ് പ്രതിപക്ഷം ഒരുങ്ങുന്നത്. എന്നാൽ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ഉറച്ചുതന്നെയാണ് സർക്കാർ. പ്രതിപക്ഷ നേതാവിന്റെ ആരോപണങ്ങൾക്ക് ആദ്യം ചെവി കൊടുക്കാതിരുന്ന ഇടതു നേതാക്കൾ ശക്തമായി പ്രതികരിച്ചു തുടങ്ങി. സംസ്ഥാന വികസനത്തിന് പണം കണ്ടെത്താനുള്ള നീക്കത്തെ പ്രതിപക്ഷ നേതാവ് തുരങ്കം വെക്കുന്നു എന്നാണ് മറുപടി. കനേഡിയൻ പെൻഷൻ ഫണ്ട് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തികളല്ല, സ്വകാര്യ കമ്പനിയുമല്ല, അവിടുത്തെ ഗവൺമെന്റിനാണ്. അവരുടെ നിക്ഷേപം അനേകം രാജ്യങ്ങളിലുണ്ട്, നമ്മുടെ രാജ്യത്തുണ്ട് വലിയ നിക്ഷേപം. എന്നിട്ടാണ് അതിനെ ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത്. അതേസമയം പരമാവധി തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ കിഫ്ബി ബോർഡ് വിവാദം ചർച്ചയാക്കാനുള്ള ഒരുക്കത്തിലാണ് പ്രതിപക്ഷം. തുടർച്ചയായി വാർത്താസമ്മേളനം നടത്തി വിഷയം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. കിഫ്ബി ബോർഡ് വിവാദം സജീവമായതോടെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ വിവാദം സംബന്ധിച്ച് വിശദീകരണം നടത്തേണ്ടത് ഇടതുമുന്നണി നേതാക്കളുടെ ബാധ്യതയായി. ന്യൂസ് 18 തിരുവനന്തപുരം. കോട്ടയം പാലാ മാനത്തൂരിൽ നിയന്ത്രണം വിട്ട കാർ മതിലിടിച്ചു മറിഞ്ഞ് 5 പേർ മരിച്ചു. കടനാട് സ്വദേശികളായ യുവാക്കളാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ അന്തിനാട് സ്വദേശി പ്രഭാതിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കടനാട് സ്വദേശികളായ വിഷ്ണുരാജ്, ജോബിൻസ് കെ ജോർജ്, പ്രമോദ് സോമൻ, പിഴകു സ്വദേശി ഉല്ലാസ്, സുധി ജോർജ് എന്നിവരാണ് മരിച്ചത്. തൊടുപുഴ പാലാ പാതയിൽ മാനത്തൂർ കുരിശുപള്ളിക്ക് സമീപം വൈകിട്ട് 6:10 അപകടം. തൊടുപുഴ ഭാഗത്തു നിന്നും അമിത വേഗതയിൽ വന്ന കാർ ആദ്യം മതിലിൽ ഇടിച്ചു. തൊട്ടടുത്ത മരത്തിലും കടയിലും ഇടിച്ച ശേഷം കരണം മറിഞ്ഞ കാർ റോഡിലേക്ക് വീഴുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ കാറിൽ നിന്ന് തെറിച്ചു വീണ വിഷ്ണുരാജ്, ജോബിൻസ്, പ്രമോദ് എന്നിവർ തൽക്ഷണം മരിച്ചു. മറ്റു 2 പേർ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് മരിച്ചത്. സംഘത്തിലുണ്ടായിരുന്ന പ്രഭാത് മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിലുള്ളവരെ പുറത്തെടുത്തത്. സംഘം സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനവുമായി അമിത വേഗത്തിൽ മത്സരിച്ചു വരികയായിരുന്നു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. വാഹനം ഇടിച്ചു കയറിയ കടയിൽ തിരക്കില്ലാതിരുന്നത് വൻ അപകടം ഒഴിവാക്കി. കടയ്ക്കും കടയോട് ചേർന്ന വീടിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. തൊടുപുഴയിൽ സ്വകാര്യ ചടങ്ങിൽ പങ്കെടുത്ത ശേഷം തിരികെ വരികയായിരുന്നു കാറിലുണ്ടായിരുന്നവർ. ന്യൂസ് 18 കോട്ടയം. തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ് 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ കുട്ടിയുടെ അമ്മയുടെ കൗൺസിലിംഗ് തുടരുന്നു. കൗൺസിലിംഗിന് ശേഷം ഇവരെ രഹസ്യമൊഴിയെടുപ്പിന് വിധേയമാക്കും. പോലീസിനു കൂടി സ്വാധീനമുള്ള കേന്ദ്രത്തിലാണ് കൗൺസിലിംഗ് പുരോഗമിക്കുന്നത്. 3 ദിവസം കൂടി സൈക്കോളജിസ്റ്റുകൾ കൗൺസിലിംഗ് തുടർന്ന ശേഷം മജിസ്ട്രേറ്റിന്റെ മുന്നിലെത്തിച്ച് രഹസ്യമൊഴി രേഖപ്പെടുത്താനാണ് പോലീസിന്റെ നീക്കം. എന്നാൽ നടന്ന സംഭവങ്ങൾ വീണ്ടെടുത്ത് പറയാനാകാത്ത വിധം നിർവികാരമായാണ് യുവതിയെന്ന് കൗൺസിലിംഗ് നടത്തിയവർ വ്യക്തമാക്കുന്നു. പൂർണ്ണമായും വിഷാദത്തിന് അടിമപ്പെട്ട നിലയിലാണിവർ. അടുത്ത സുഹൃത്തുകൂടിയായ സൈക്കോളജിസ്റ്റിനോടും സംസാരിക്കാൻ കൂട്ടാക്കാത്ത അവസ്ഥ. ആത്മഹത്യാ പ്രവണതയും കൂടുതലാണ്. യുവതി സാധാരണ നിലയിലേക്കെത്താൻ ഒരുപക്ഷെ ദിവസങ്ങൾ തന്നെ വേണ്ടി വന്നേക്കുമെന്നാണ് കണക്കുകൂട്ടൽ. 7 വയസ്സുകാരൻ കൊല്ലപ്പെട്ട കേസിലെ പ്രതി അരുൺ ആനന്ദിനെതിരായ പ്രധാന സാക്ഷി കൂടിയാണ് കുട്ടിയുടെ അമ്മ. അതുകൊണ്ട് തന്നെ യുവതി മാനസികാരോഗ്യം വീണ്ടെടുക്കേണ്ടത് കേസിനും നിർണായകമാണ്. അതേസമയം മരിച്ച കുട്ടിയുടെ അനുജനായ 4 വയസ്സുകാരന്റെ സംരക്ഷണ ചുമതലയുമായി ബന്ധപ്പെട്ട് അച്ഛന്റെ കുടുംബത്തിന്റെ അവകാശവാദത്തിൽ ശിശുക്ഷേമ സമിതി ഉടൻ തീരുമാനം കൈക്കൊണ്ടേക്കും. ന്യൂസ് 18 തൊടുപുഴ. തിരുവനന്തപുരം വക്കത്ത് യുവാവിനെ ഇഷ്ടിക കൊണ്ട് തലക്കടിച്ചു കൊന്ന പ്രതി അറസ്റ്റിൽ. കംസൻ എന്ന ബിനുവിനെ കൊന്ന കേസിൽ വക്കം സ്വദേശി സന്തോഷ് കുമാറാണ് അറസ്റ്റിലായത്. ശനിയാഴ്ച രാത്രി 11 മണിയോടെയായിരുന്നു സംഭവം. വധശ്രമം അടക്കമുള്ള നിരവധി കേസുകളിൽ പ്രതികളാണ് ഇരുവരും. കടയ്ക്കാവൂർ പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഇന്ന് കോടതിയിൽ ഹാജരാക്കുന്ന പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യലിനായി പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടും. മെഡിക്കൽ കോഴ ആരോപണത്തിലെ ക്രൈംബ്രാഞ്ച് സർക്കാർ പ്രതിപക്ഷ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് BJP. ഏത് അന്വേഷണമായാലും സഹകരിക്കുമെന്നും BJP നേതാക്കൾ വ്യക്തമാക്കി. മെഡിക്കൽ കോഴ ആരോപണം ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് BJP വാദം. പ്രതിപക്ഷ നേതാവിന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമാണെന്നും പാർട്ടി നേതൃത്വം ആരോപിക്കുന്നു.
തിരുവനന്തപുരം മണ്ഡലത്തിലടക്കം BJPയുടെ മുന്നേറ്റത്തെ തടയാനുള്ള നീക്കമായാണ് അവർ ഇതിനെ വിലയിരുത്തുന്നത്. പോലീസ് അന്വേഷിച്ചു, യാതൊരു തെളിവും അവർ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നെന്തിനാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഈ സമയത്ത് വലിയൊരു അഴിമതി ആരോപണത്തിൻ്റെ പുകമറ സൃഷ്ടിക്കാനുള്ള മാർക്സിസ്റ്റ് പ്രതിപക്ഷ കക്ഷികളുടെ ഗൂഢതന്ത്രം. വിജിലൻസ് അടക്കം നേരത്തെ കേസ് അന്വേഷിച്ചിരുന്നു. പരാതിക്കാരില്ലാത്ത ആരോപണം അന്വേഷിക്കാനാവില്ലെന്ന നിലപാടാണ് അന്നെടുത്തത്. സർക്കാരിന്റെ ഏത് അന്വേഷണവുമായും സഹകരിക്കുമെന്നും MS കുമാർ വ്യക്തമാക്കി. ഏതൊരു ആരോപണം ആരന്വേഷിക്കുന്നതുകൊണ്ടും BJPക്ക് ഒന്നുമില്ല. പക്ഷേ ഇതിനൊരു ആരോപണം ഉന്നയിച്ച ആളുണ്ടാകണ്ടേ, എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടാകണ്ടേ. ഇത് യാതൊന്നുമില്ല എന്ന് നിരവധി അന്വേഷണങ്ങളിൽ കൂടി ബോധ്യപ്പെട്ടതാണ്. അതേസമയം അന്വേഷണം ഊർജിതമാക്കാനാണ് ക്രൈംബ്രാഞ്ച് തീരുമാനം. വരും ദിവസങ്ങളിൽ BJP നേതാക്കളടക്കമുള്ളവരെ ചോദ്യം ചെയ്യുമെന്നും ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ. കൊച്ചിൻ റിഫൈനറിക്ക് സമീപത്ത് നിന്നും മാറ്റി പാർപ്പിക്കാത്തതിൽ പ്രതിഷേധിച്ച് തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും വോട്ട് ചെയ്യില്ല എന്ന് അടൂർക്കര പ്രദേശവാസികൾ. റിഫൈനറിയുടെ പ്രവർത്തനം അശാസ്ത്രീയമായാണെന്നും കുട്ടികൾക്കുൾപ്പെടെ പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ടുന്നതായും ഇവർ പറയുന്നു. 34ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന അടൂർക്കര പ്രദേശത്തിന് ചുറ്റും ഇന്ന് റിഫൈനറിയുടെ വിവിധ പ്ലാന്റുകളാണ്. ഈ വീടുകൾക്ക് കമ്പനിയുടെ മതിലിൽ നിന്നും 10 മീറ്റർ പോലും ദൂരമില്ല. പ്ലാന്റുകളിൽ നിന്ന് പലപ്പോഴും ദുർഗന്ധം വമിക്കാറുണ്ട്. കിണറുകളിലെ വെള്ളം ഉപയോഗയോഗ്യമല്ല. കുട്ടികൾക്കടക്കം രോഗങ്ങൾ വ്യാപകമാണ്. ഞങ്ങൾക്ക് ശരിക്കും ഭയമുണ്ട് ഉള്ളിൽ. ഈ കുഞ്ഞു കുട്ടികൾ ഇതുങ്ങളൊക്കെ ഇവിടെ ജീവിക്കുന്നതാണ്. ഇതുങ്ങൾക്കൊക്കെ അസുഖങ്ങൾ വന്ന് ഞങ്ങൾ എന്തെങ്കിലും ഒരു അപകടം വന്നാൽ എങ്ങോട്ട് പോകുന്ന പോലും ഞങ്ങൾക്കറിയില്ല. പ്ലാന്റിൽ നിന്ന് ടാർ പ്ലാന്റിൽ നിന്നൊക്കെ ഉള്ള വളരെ രൂക്ഷമായ ഗന്ധം വരുന്നത്. ആ ഗന്ധം ശ്വസിച്ച് ശ്വാസം മുട്ടൽ അങ്ങനെയുള്ള പല അസുഖങ്ങളും ഉണ്ട് ഇവിടെ. മാറ്റിപ്പാർപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും ഫലമില്ല. രാഷ്ട്രീയക്കാർ ഇത്തവണ വോട്ട് ചോദിച്ചു വരണ്ടെന്നും ആർക്കും വോട്ട് ചെയ്യില്ലെന്നും അടൂർക്കര നിവാസികൾ പറയുന്നു. തിരഞ്ഞെടുപ്പിന് വിട്ടുകാരൻ തന്നെയാണ് തീരുമാനം. ഇവിടുത്തെ റെസിഡന്റ് അസോസിയേഷന്റെ തീരുമാനവും എൻ്റെ പേഴ്സണൽ തീരുമാനവും അത് തന്നെയാണ്. 500 മീറ്റർ ബഫർ സോണും 450 മീറ്റർ ഗ്രീൻ ബെൽറ്റും വേണമെന്ന നിർദ്ദേശം കമ്പനി നടപ്പാക്കിയില്ല എന്നും ആരോപണമുണ്ട്. അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പ്രതിഷേധം തുടരാനാണ് പഞ്ചായത്തിന്റെയും തീരുമാനം. പകുതിയധികം പേരുടെ കുട്ടികളും സ്ത്രീകളൊക്കെ രോഗികളാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ ഇതിനു മുമ്പ് ദുർഗന്ധമുണ്ടായപ്പോൾ പരാതി കൊടുത്തപ്പോൾ കമ്പനി പറഞ്ഞിരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് നല്ല മണം ഉണ്ടാകുന്നതെന്നായിരുന്നു. പക്ഷേ നമ്മൾ വീണ്ടും ഫാക്ടറീസ് ആൻഡ് ബോയിലേഴ്സിൽ പരാതി കൊടുത്ത് അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു കൊച്ചി റിഫൈനറിൽ തന്നെയാണ് മണം ഉണ്ടാകുന്നതെന്ന് നമുക്ക് രേഖാമൂലം മറുപടി വന്നിട്ടുണ്ട്. 100% ഞങ്ങൾ വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കാണ്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. അത് പഞ്ചായത്ത് പ്രസിഡന്റ് അടിവരയിട്ട് പറഞ്ഞേക്കുന്ന കാര്യമാണ്. അത് ജനപ്രതിനിധികളുള്ള നിലയ്ക്ക് ഞാനും പറഞ്ഞേക്കുന്ന കാര്യമാണ്. അടിക്കടി കമ്പനിയിൽ വാതക ചോർച്ചയുണ്ടാകുന്നതും പ്രദേശവാസികളെ ആശങ്കയിലാക്കുന്നു. ന്യൂസ് 18 കൊച്ചി. പൊതുയോഗങ്ങളിൽ നേതാവ് കൃത്യസമയത്തെത്തിയിട്ടും പ്രവർത്തകർ എത്തിയില്ല എങ്കിൽ പ്രതിസന്ധിയിലാവുക സംഘാടകരാണ്. പ്രത്യേകിച്ചും എതിരാളികൾ പ്രചാരണായുധമാക്കാനിടയുള്ള തെരഞ്ഞെടുപ്പ് കാലത്ത്. പാലക്കാട് ചിറ്റൂരിൽ LDF റാലിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൃത്യസമയത്തെത്തിയപ്പോൾ പ്രവർത്തകർ എത്താൻ വൈകിയത് പ്രാദേശിക നേതാക്കളുടെ ചങ്കിടിപ്പ് കൂട്ടിയ സംഭവമായി. പാലക്കാട് ചിറ്റൂരിലെ LDF തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്ഘാടന സമയം വൈകിട്ട് 4 മണി. സാധാരണ 4 മണിക്ക് പറയുന്ന പരിപാടി തുടങ്ങാൻ നാട്ടുനടപ്പനുസരിച്ച് 4:30 ആവുമെന്ന് പ്രവർത്തകർ കരുതി. പക്ഷെ പണി പാളി. മുഖ്യമന്ത്രി കൃത്യം 4:05 വേദിയിൽ. സദസ്സിൽ പകുതിയും ആളൊഴിഞ്ഞ കസേരകൾ. പിണറായി പ്രസംഗം തുടങ്ങി. നമ്മുടെ രാജ്യത്തിലെ ജനങ്ങൾ, പാവപ്പെട്ടവർ, സാധാരണക്കാർ. ചങ്കിടിപ്പോടെ ജില്ലാ നേതാക്കന്മാർ വേദിയിലിരുന്ന് വിയർത്തു. എന്നാൽ 5 മിനിറ്റ് നേതാക്കന്മാർക്ക് വിയർക്കേണ്ടി വന്നുള്ളൂ. അതിനകം കസേരകൾ നിറഞ്ഞു. പരിസരം ജനസമുദ്രമായി. ഐക്യരാഷ്ട്രസഭയുടെ വിദഗ്ധ സംഘം. തെരഞ്ഞെടുപ്പ് കാലത്ത് നേതാക്കന്മാരും പ്രവർത്തകരും ഒരുപോലെ സമയനിഷ്ഠ പാലിക്കണമെന്ന് ഗുണപാഠം. ന്യൂസ് 18 പാലക്കാട്. എറണാകുളം മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ഹൈബീഡിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഇപ്പോൾ കുടുംബസമേതമാണ്. ഭാര്യ അന്നയും 4 വയസ്സുകാരി ക്ലാരയും ഹൈബിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് പ്രചാരണ രംഗത്തുണ്ട്. ക്ലാര അന്നയ്ക്ക് തൻ്റെ പ്രിയപ്പെട്ട ഡാഡ ഹൈബി ഈഡനെ കണ്ടുകിട്ടാൻ അല്ലെങ്കിലേ പാടാണ്. അതിനിടയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തുന്നത്.
വീട്ടിൽ മൊത്തം തെരഞ്ഞെടുപ്പ് മാത്രം ചർച്ചയായപ്പോൾ കൊച്ചു ക്ലാരയും ഡാഡയെ തേടി റോഡിലേക്ക് തന്നെ ഇറങ്ങി. പിന്നെ അമ്മയ്ക്കൊപ്പം വോട്ട് ചോദിക്കലായി. ഹൈബിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഈ കൊച്ചുമിടുക്കിയുടെ കൗതുക കണ്ണുകളാൽ സജീവമാകുകയാണ്. ഡാഡ എന്നാണ് ഹൈബിയെ മകൾ വിളിക്കുന്നത്. മകൾ എത്തിയാൽ കയ്യിലേറ്റിയാണ് പിന്നെ ഹൈബിയുടെ വോട്ട് ചോദിക്കൽ. ഇയാള് കുറച്ച് നാളായിട്ട് ഈ ഹോളിഡേ ഒക്കെ ആയിട്ട് ഇങ്ങനെ അപ്സെറ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഇയാൾക്കൊന്ന് ക്യാമ്പയിന് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു ദിവസം ഒന്ന് ട്രയലിന് ഇറക്കി നമുക്ക് നോക്കാമെന്ന് കരുതി. ഹൈബിയുടെ ഭാര്യയും നിയമവിദ്യാർത്ഥിയുമായ അന്നയും പ്രചാരണ രംഗത്ത് മുഴുവൻ സമയവുമുണ്ട്. ന്യൂസ് 18 കൊച്ചി. കേരളത്തിൽ ശത്രുക്കൾ, തമിഴ്നാട്ടിൽ തോഴന്മാർ. ഒരു സ്ഥാനാർത്ഥിക്കായി CPM-ഉം കോൺഗ്രസും വോട്ട് തേടി ഒന്നിച്ചിറങ്ങിയ കാഴ്ചയാണ് കന്യാകുമാരിയിൽ. കളിയിക്കാവിള വരെ പൊരിഞ്ഞ പോരാട്ടം. അവിടം വിട്ട് കന്യാകുമാരി ജില്ലയിലേക്ക് കടന്നാൽ ഒന്നിച്ച് ചുവരെഴുത്തിൽ വരെ കാണാം ഈ കൗതുകം. ഊരമ്പിലും ചെങ്കവിളയുമൊക്കെ റോഡിന്റെ ഒരു വശം കേരളമെങ്കിൽ മറുഭാഗം തമിഴ്നാട്. ഒരു വശത്തെ ശത്രുക്കൾ, മറുവശത്ത് ബന്ധുക്കൾ. ഈ ലൈനിൽ അങ്ങനെ പോയാൽ ഒരു 6 വീട് വരെ തമിഴ്നാടാണ്. അതിന്റെ ഇങ്ങോട്ട് എല്ലാം നേരെ ഓപ്പോസിറ്റ് കേരള. ഈ വൈരുദ്ധ്യം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർക്കും പ്രശ്നമല്ല. ഈ മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരാതിരിക്കുക, അതിന് തമിഴ്നാട്ടിൽ ഒരു സഖ്യം വെച്ചിരിക്കുന്നു. ആ സഖ്യത്തിൽ ബി ജെ പി എതിർക്കുക എന്ന് പറയുന്നതാണ് ആ സഖ്യം. അതിൽ മാർക്സിസ്റ്റ് പാർട്ടി ഈ സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കൂട്ടുകെട്ടിൽ, ഇവിടുത്തെ സഖ്യത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുന്നു. DMK നയിക്കുന്ന മുന്നണിയിലാണ് തമിഴ്നാട്ടിൽ CPM-ഉം CPI-യും. കോൺഗ്രസിന്റെ വസന്ത്കുമാറാണ് കന്യാകുമാരി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി. സോണിയ தலைவர் தளபதி CPM CPI ആദരവ് പെറ്റ நமது வேட்பாளர் H വസന്തകുമാർ അവർക്ക് കൈ ചിഹ്നത്തിൽ വാക്കളപ്പീർ. സോണിയ தலைவர் தளபதி CPM CPI പിന്തുണയുള്ള നമ്മുടെ സ്ഥാനാർത്ഥി H വസന്തകുമാറിന് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് രേഖപ്പെടുത്തണം. അതാണ് ഇവിടുത്തെ അഭ്യർത്ഥന. ഒരു റോഡകലത്തിൽ രാഷ്ട്രീയം മാറിമറിയുന്ന, ശത്രുക്കൾ മിത്രങ്ങളാകുന്ന അപൂർവ രാഷ്ട്രീയ കാഴ്ചയാണ് ഇവിടെ. കേരളത്തിൽ ക്യാമറമാൻ നിൽക്കുന്ന ടിങ്കു രാജശേഖരനൊപ്പം തമിഴ്നാട്ടിൽ നിന്നും VV അരുൺ, ന്യൂസ് 18. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.